ഹേ ഗായ്സ്, അപ്പൊ കുറെ നാളായി ഞാനും അക്ഷയേട്ടനും ഒന്നും ഒരു ഡേറ്റിനൊക്കെ പോയിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾ സൺഡേ ഒക്കെ ചില സൺഡേസിലൊക്കെ നമ്മൾ ഫിഷിങ്ങിനൊന്നും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പോവാറുണ്ട്. അപ്പൊ ഇപ്പൊ ഞാനും കുറെ നാളായിട്ട് ഓരോ ബിസിയായി, അക്ഷയേട്ടനും ബിസിയായി, അങ്ങനെ മൊത്തത്തിൽ നമ്മൾ തിരക്കിലായത് തന്നെ എവിടെയും പോകാറുണ്ടായില്ല. സോ ഫൈനലി ഇപ്പൊ നമ്മൾ സാറ്റർഡേ പോവാന്ന് വിചാരിച്ചു, കാരണം സൺഡേ അക്ഷയേട്ടന് വേറൊരു പാർട്ടി ഉണ്ടായിരുന്നു. സോ ഞങ്ങള് നേരെ വിട്ടത് സ്പിൻ ഡ്രിഫ്റ്റിക്കാണ്. കാരണം ഞാൻ മുന്നേ അവിടെ പോയത് കാരണം എനിക്ക് അവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു, അക്ഷയേട്ടനും ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ ഞങ്ങൾ വിചാരിച്ചു അങ്ങോട്ടേക്ക് തന്നെ പോകും. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ഭയങ്കര റഷ് ആയിരുന്നു. ബട്ട് ലക്കിലി ഞങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടി. പിന്നെ എന്റെ പല വീഡിയോസും കണ്ടവർക്ക് അറിയാം, അക്ഷയേട്ടൻ എവിടെ ചെന്നാൽ ഈ ഫോൺ വിളിയാണ്. അത് കാരണം ഞാൻ ആദ്യം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത് ഞാൻ പറഞ്ഞു ഫോൺ കട്ട് ചെയ്യാണ്, ഞാൻ വരില്ല. അവസാനം ഫോൺ കട്ട് ചെയ്തതിനു ശേഷമാണ് നമ്മൾ മേലോട്ട് പോയത്. ആൻഡ് ഈ ഒരു സൈഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ബിക്കോസ് മുന്നേ ഞാൻ അപ്പുറത്തെ സൈഡിലായിരുന്നു പോയിരുന്നത്, അപ്പൊ ഈ സൈഡിലേക്ക് ഞാൻ വന്നിട്ടുണ്ടായില്ല. ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ. ഈ ക്രിക്കറ്റ് ഒന്നും പ്ലേ ചെയ്യുന്നുണ്ടല്ലോ, എനിക്ക് അതിനെ കുറിച്ച് ഒരു തേങ്ങ അറിയില്ല, ഞാൻ കാണാറില്ല. ആൻഡ് ഫുഡ് നമ്മൾ ഓർഡർ ചെയ്ത് ചിക്കൻ ഗീ റോസ്റ്റും പിന്നെ ചിക്കൻ ഗ്രീൻ കറി ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. പിന്നെ നീർദോശയായിരുന്നു. ഞാൻ അതിന്റെ കൂടെ കുടിക്കാനായിട്ട് നമ്മൾ ഒരു ബീർ പറഞ്ഞു, അപ്പൊ അവര് പറഞ്ഞു മാംഗോ ബീർ ഉണ്ട്. സോ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ചാൽ നമ്മൾ ഒറ്റൊരു ഗ്ലാസ്സേ പറഞ്ഞോളൂ, കാരണം ഞാൻ മിക്കവാറും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കുടിക്കാറില്ല. പക്ഷെ ഇതെന്ന് പറയുന്ന മാംഗോ ബീർ എന്ന് പറയുമ്പോൾ വലിയ മാംഗോന്റെ ഭയങ്കര ഫ്ലേവർ ഒന്നുമില്ല, ജസ്റ്റ് ഈ കളർ മാത്രമേ ഉള്ളൂ. അത്ര മാംഗോ ഫ്ലേവർ ഒന്നും കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ പോകുമ്പോ തന്നെ അക്ഷരം പിന്നെ ഫിലിം ബുക്ക് ചെയ്തായിരുന്നു. അത് കാരണം എത്രയും പെട്ടെന്ന് ഫുഡ് കഴിച്ചിറങ്ങുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു കൺസേൺ. സോ ഞങ്ങൾ വേഗം തന്നെ സോ സെയിം മാളിൽ തന്നെയാണ് ഫിലിം എന്നുള്ള കാരണം ഞങ്ങൾക്ക് അത്ര ടെൻഷൻ ഉണ്ടായില്ല. കാരണം ഞങ്ങൾ 10:15 കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത്. പിന്നെ ഓൾറെഡി അക്ഷരം ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കാണാൻ പോകുന്ന മൂവീസ് പാട്രിയോട്ട് ആയിരുന്നു. ഞാൻ ഓൾറെഡി അതിന്റെ റിവ്യൂസ് ഒക്കെ കണ്ടിരുന്നു. പക്ഷെ ഞാൻ പൊതുവേ അങ്ങനെ സിനിമ കണ്ട് ടൈം വേസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നല്ല ഫിലിമാണെങ്കിൽ മാത്രമേ ഞാൻ പോയി കാണാറുള്ളൂ, ആരെയൊക്കെ പറയുന്നത്. പക്ഷെ ഈ ഫിലിം ഞാൻ കണ്ട റിവ്യൂസ് ഒന്നും നല്ലല്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ഇത്രയും കാസ്റ്റ് ഉള്ളത് കാരണം ഞാൻ വിചാരിച്ചു എനിക്കൊന്ന് കാണണം. അങ്ങനെ അക്ഷരനോട് പറഞ്ഞാണ് നമ്മൾ ഫിലിം കാണാന്ന് വിചാരിച്ചത്. നമ്മുടെ ഗ്രീൻ ചിക്കൻ കറി ബാക്കിയായിരുന്നു, കാരണം നമുക്ക് രണ്ടുപേർക്ക് എത്രത്തോളം കഴിക്കാൻ പറ്റും. അത് കാരണം ഞാൻ അത് പാർസൽ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഫിലിം തുടങ്ങി കുറച്ചു നേരം അക്ഷരം ഫോൺ വിളിയും കാര്യങ്ങളും, ഫിലിം ആണെങ്കിലും ഫോൺ വിളിക്കണം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അക്ഷരം കുറച്ചു നേരം കണ്ടിരുന്നു. പിന്നെ നോക്കുമ്പോ അക്ഷരം നല്ല ഉറക്കാണ്. അക്ഷരം പറഞ്ഞു വാ പോവാൻ പോകാൻ ഭയങ്കര ഉറക്കായിരുന്നു. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല, കാരണം എനിക്ക് ആ ഫിലിം എന്തായാലും കാണാൻ കയറിയല്ലോ. അത് കാരണം നമ്മൾ ഫുള്ള് കണ്ടു തീർത്തിട്ടാ പോകുന്നത്. ഫിലിം എന്ന് പറയുമ്പോൾ എനിക്ക് അത്ര മോശമായിട്ടൊന്നും തോന്നില്ല, ബട്ട് ഇറ്റ് വാസ് ഓക്കെ പടം. അപ്പൊ ബായ്, അടുത്ത വീഡിയോയിൽ കാണാം.